ഹായ് നീറ്റ് ആസ്പിരൻസ്, വെൽക്കം ടു ആർക്കെനെക്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം അശ്വിനി മിസ് ആണ്. അപ്പോൾ വളരെ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു നമ്മുടെ നീറ്റ് 2025 ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ. കാരണം കുറെ കോൺട്രോവേഴ്സ്യൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിരുന്നു. അപ്പൊ കുട്ടികളൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് പോലും അവർക്ക് നന്നായിട്ട് നീറ്റ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പുറത്തു വന്ന് കരഞ്ഞ ഒരു ടൈമിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന നീറ്റ് 2026 എക്സാം എഴുതാൻ പോകുന്ന ഓരോ വിദ്യാർത്ഥികളും, അതായത് നിങ്ങളെപ്പോലെയുള്ള എല്ലാവരും തന്നെ ഭയങ്കര ടെൻഷനിലാണ്, പേടിയോട് കൂടിയിരിക്കുകയാണ്. അപ്പൊ ഈ പേടി മാറ്റാൻ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? വെറുതെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ലല്ലോ. പേടി വേണം, കാരണം എന്നാലും നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുള്ളൂ, കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ ടെൻഷൻ മാറ്റണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, എന്തായാലും കുറെ കോൺട്രവേഴ്സ്യൽ ക്വസ്റ്റ്യൻസ് വന്ന നമ്മുടെ ഇന്ത്യ മുഴുവൻ തന്നെ നല്ല രീതിയിൽ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഭയങ്കര കടുകട്ടി ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മുടെ 2025 ക്വസ്റ്റ്യൻ പേപ്പർ. നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നീറ്റ് 2025 ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അതിൽ എത്രയാണ് ഈസി ക്വസ്റ്റ്യൻസ്, ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ, എത്രയാണ് മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആദ്യം അറിയണം. എന്നാലും നിങ്ങൾക്ക് ഏത് ചാപ്റ്ററിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഏതൊക്കെ ചാപ്റ്റേഴ്സിനാണ് കൂടുതൽ ടൈം ചെലവഴിച്ച് പഠിക്കേണ്ടത്, ആ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഏതൊക്കെ ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയുടെ ഒക്കെ 2025 ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം അനലൈസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ 2026 വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ +1 കടന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അവർ ചാപ്റ്റേഴ്സ് പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. അപ്പൊ അവർക്ക് കുറച്ച് സമയം മുന്നിലുണ്ട് അല്ലെ. കാരണം അവർ 2026 2027 പ്രിപ്പയർ ആവുന്ന കുട്ടികളാണ്. പക്ഷെ 2026 പ്രിപ്പയർ ആവുന്ന കുട്ടികൾ ഇപ്പൊ റിപ്പീറ്റേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ ഓൾറെഡി +2 ഓൺഗോയിങ് കുട്ടികളായിക്കോട്ടെ, നിങ്ങൾ ഓൾറെഡി ഈ ട്രാക്കിൽ വന്ന ആൾക്കാരാണ്. കുറെ ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. +1 ഒക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പൊ റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ +1 +2 കംപ്ലീറ്റ് NCERT പഠിച്ചു കഴിഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് ഉണ്ടായ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ നിങ്ങൾക്ക് ഈ വർഷം റെക്ടിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പൊ ആദ്യം ചെയ്യേണ്ടത്, ടഫ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ മുന്നിലുണ്ട്, നമ്മുടെ കൈകളിലുണ്ട്. അത് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ സ്വന്തമായിട്ടൊരു ഐഡിയ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നീറ്റ് 2025 ബയോളജി ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കറിയാലോ, അതായത് നമ്മുടെ +1 ചാപ്റ്റേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ലിവിങ് വേൾഡ് മുതൽ നമുക്ക് കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ വരെയുള്ള ചാപ്റ്റേഴ്സ് അല്ലെ, ബോട്ടണി സുവോളജിയിലെ ഓരോ ചാപ്റ്റേഴ്സും നമ്മൾ നോക്കാം. ഈ 2025 നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് വന്നു, അതിൽ ഈസി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് എത്ര എണ്ണം ചോദിച്ചു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ ലിവിങ് വേൾഡിൽ നിന്നാണെങ്കിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടേ ഇല്ല. പക്ഷെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഒറ്റ ക്വസ്റ്റ്യൻ അല്ലേ ചോദിച്ചുള്ളൂ. പക്ഷെ അതൊരു ഡിഫിക്കൽട്ട് ലെവൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അപ്പം ആ ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചാപ്റ്റർ ആണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അല്ലെ. ഇപ്പൊ പ്ലാൻ കിങ്ഡം എടുത്ത് നോക്കിയാൽ 5 ക്വസ്റ്റ്യൻസ് ആണ് പ്ലാൻ കിങ്ഡത്തിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. അതായത് വളരെ വെയിറ്റേജ് കൂടിയൊരു ചാപ്റ്റർ ആണ്. നന്നായിട്ട് ചോദ്യങ്ങളുടെ എണ്ണം കൂടാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് പ്ലാൻ കിങ്ഡം. അതിൽ 2 ക്വസ്റ്റ്യൻസ് ഈസിയും 1 മീഡിയം ലെവൽ ആണെങ്കിൽ 2 ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസും ആ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇപ്പൊ ആനിമൽ കിങ്ഡം എടുത്ത് നോക്കിയാൽ 4 ചോദ്യങ്ങൾ ആനിമൽ കിങ്ഡത്തിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൽ 1 ഈസി ആണ്, 1 ഡിഫിക്കൽട്ട് ആണ്, 2 മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണെങ്കിൽ 3 ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. 1 ഈസി ആണ്, 2 മീഡിയം ലെവൽ അല്ലെ. ഇപ്പൊ അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണെങ്കിൽ ഒരൊറ്റ മീഡിയം ലെവൽ ക്വസ്റ്റ്യൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ അനിമൽസിൽ നിന്ന് 3 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിൽ ഡിഫിക്കൽട്ട് ലെവൽ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. 1 ഈസി, 2 മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫിൽ ഡിഫിക്കൽട്ട് ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും 5 ചോദ്യങ്ങളാണ് ആ ചാപ്റ്ററിൽ നിന്ന് വന്നിരിക്കുന്നത്. 5 ചോദ്യങ്ങൾ അല്ലെ, 5 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതിൽ 4 മീഡിയം ലെവലാ, 4 ഈസി ലെവൽ അല്ല, 4 മീഡിയം ലെവല്, 1 മാത്രമാണ് ഈസി ലെവൽ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ബയോമോളിക്യൂൾസിൽ നിന്നും 4 ക്വസ്റ്റ്യൻസ് വന്നു, 4 മീഡിയം ലെവൽ, ഈസി ലെവൽ അല്ല, 4 മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷനിൽ നിന്ന് 1 ഈസി ലെവൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഫോട്ടോസിന്തസിസിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസേ വന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഫോട്ടോസിന്തസിസ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും വലിയ ചാപ്റ്ററാണ്, നമ്മൾ കുറേ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്ന ചാപ്റ്റർ ആണ്. പക്ഷെ നിങ്ങളൊന്ന് നോക്കിക്കേ, അത്രയും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്ന അത്രയും വലിയ ഡിഫിക്കൽട്ട് ചാപ്റ്ററിൽ നിന്ന് ആകെ 2 ചോദ്യമാണ് വന്നത്. അതേ സമയത്ത് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്, പ്ലാൻ കിങ്ഡം, ആനിമൽ കിങ്ഡം പോലുള്ള ചാപ്റ്റേഴ്സിൽ നിന്നാണ് കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് അല്ലെ. ഓക്കെ, യെസ്. ഇനി റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്, അതും നെക്സ്റ്റ് ഡിഫിക്കൽട്ട് ലെവൽ ചാപ്റ്റർ. ബട്ട്
ഓൺലി 1 ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യനെ വന്നിട്ടുള്ളൂ, അത് മീഡിയം ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഡിഫിക്കൽട്ട് ലെവൽ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചു, ഒന്ന് മീഡിയം ഒന്ന് ഡിഫിക്കൽട്ട് ലെവൽ. അതേപോലെ നമ്മൾ ഇനി സുവോളജിയിലേക്ക് വരികയാണെങ്കിൽ, അതായത് നമ്മൾ ഫിസിയോളജി, ഹ്യൂമൻ ഫിസിയോളജി അല്ലെ, സുവോളജിയിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് എപ്പോഴും കൊണ്ടുപോകുക ഹ്യൂമൻ ഫിസിയോളജി ആയിരിക്കും. ഫിസിയോളജിക്ക് നമ്മൾ വരികയാണെങ്കിൽ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല. ബോഡി ഫ്ലൂയിഡ്സിൽ നിന്ന് 2 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഒന്ന് ഈസി ആണ് ഒന്ന് മീഡിയം ആണ്. എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷനിൽ നിന്ന് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ആൻഡ് അതെന്താണ്, അത് ഡിഫിക്കൽട്ട് ലെവലാണ്. ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ്, ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷനിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇന്റഗ്രേഷനിൽ നിന്ന് 3 ചോദ്യങ്ങളാണ് ചോദിച്ചത്, അതിൽ ഒന്ന് ഈസിയാണ് 2 മീഡിയം ലെവലാണ് അല്ലെ, ഒന്ന് ഈസിയാണ് 2 മീഡിയം ലെവലാണ്. സോ ഹ്യൂമൻ ഫിസിയോളജി മാത്രം നോക്കുകയാണെങ്കിൽ നമ്മൾ 3, 5, 6 ചോദ്യങ്ങളാണ് ഹ്യൂമൻ ഫിസിയോളജി ചാപ്റ്റേഴ്സിൽ നിന്ന് ഈ കഴിഞ്ഞ വർഷത്തെ നീറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഇതിലെ ക്വസ്റ്റ്യൻസ് ടോട്ടലി നമ്മൾ +1 ബേസ് ചെയ്ത് നോക്കിയാൽ 39 ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. അതിൽ 10 എണ്ണം എന്താണ്, ഈസിയാണ്, 6 എണ്ണം ഡിഫിക്കൽട്ട് ആണ്. ഏകദേശം 23 ക്വസ്റ്റ്യൻസ് മീഡിയം ലെവലാണ്, 23 ക്വസ്റ്റ്യൻസ് മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കോൺഫിഡൻസാണ് വരണ്ടേ, കാരണം എല്ലാം ഡിഫിക്കൽട്ട് ആണെങ്കിലോ നിങ്ങൾ വിട്ടുപോയേനെ അല്ലേ. പക്ഷെ മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസിൽ അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അധികം ഈസിയും ഇല്ല, അധികം ഡിഫിക്കൽട്ടും ഇല്ല. അപ്പൊ മീഡിയം ലെവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് പഠിച്ച ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലെ. ഇനി നമ്മൾ +2ലേക്ക് പോവുകയാണെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് 5 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അല്ലെ. അതിൽ തന്നെ മീഡിയം ലെവൽ 4 എണ്ണവും ഡിഫിക്കൽട്ട് 1. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ 6 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, 1 ഈസി 3 മീഡിയം 2 ഡിഫിക്കൽട്ട്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സ് ആണ്, എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. ഈ 2 ചാപ്റ്റേഴ്സും നന്നായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ചാപ്റ്റേഴ്സ് ആണ്. ഇപ്പൊ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഒരൊറ്റ ക്വസ്റ്റ്യനേ വന്നുള്ളൂ, ചെറിയ ചാപ്റ്റർ, ഒരു ചോദ്യമേ ഉള്ളൂ. ആ ഒരു ചോദ്യം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് നോക്കണ്ടേ. പറ്റിയിട്ടില്ലെങ്കിൽ നെഗറ്റീവ് അടിച്ചിട്ട് നിങ്ങൾ 5 മാർക്ക് നിങ്ങൾക്ക് അവിടെ പോകും അല്ലെ. എന്തുകൊണ്ടാണ്, ഡിഫിക്കൽട്ട് ലെവൽ ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത് അല്ലെ. അതേപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് 3 ചോദ്യങ്ങളാണ് വന്നത്, 2 എണ്ണം മീഡിയം 1 ഡിഫിക്കൽട്ട്. മോളിക്യുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്, വെരി 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 ഇമ്പോർട്ടന്റ് ചാപ്റ്റർ, 7 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, 4 ഈസി 2 മീഡിയം 1 ഡിഫിക്കൽട്ട്. 7 ക്വസ്റ്റ്യൻസ് ഒരു ചാപ്റ്ററിൽ നിന്ന്. സോ ആ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ആണ് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ആ ഒരു ചാപ്റ്റർ നിങ്ങൾ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ബാക്കിയുള്ളതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇത് എനിക്ക് പറ്റുന്നില്ല എന്നാ പിന്നെ ഇത് തള്ളി വെക്കാന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നീക്കി വെച്ചാൽ 7 ക്വസ്റ്റ്യനാ. നിങ്ങൾ ഇനി വരാൻ പോകുന്ന വർഷവും 7ഓ 8ഓ ചോദ്യം ഈ ചാപ്റ്ററിൽ നിന്ന് വന്നാൽ നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ കുറയും. ശ്രദ്ധിച്ചോളാം. എവല്യൂഷൻ ഓൺലി 1 ക്വസ്റ്റ്യൻ, അത് മീഡിയം ലെവലാണ്. ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് 5 ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുണ്ട്, 3 മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് വന്നത്, 1 ഡിഫിക്കൽട്ടും 1 ഈസിയും. മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ, ചെറിയ ചാപ്റ്റർ, ഈസി ചാപ്റ്റർ, പക്ഷെ എന്താ 4 ചോദ്യം ഈ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുണ്ട്. അതിൽ 1 ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യനും ഉണ്ട്, 2 മീഡിയം 1 ഈസി അല്ലെ. ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്, നമ്മൾ എങ്ങനെയാണോ മോളിക്കുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസിനെ കാണേണ്ടത് അതേ ലെവലിൽ തന്നെ കിടക്കുന്ന ചാപ്റ്ററാണ് ബയോടെക്നോളജി. 6 ചോദ്യങ്ങൾ ചോദിച്ചു, അതിൽ തന്നെ 2 എണ്ണം ഈസിയും 4 മീഡിയം ലെവലുമാണ് വന്നിരിക്കുന്നത്. ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് 4 എണ്ണം ടോട്ടലി ചോദിച്ചു, 2 എണ്ണം ഈസി, 1 ഡിഫിക്കൽട്ട് ആൻഡ് 1 മീഡിയം ലെവലാണ് വന്നിരിക്കുന്നത്. ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ 2 ക്വസ്റ്റ്യൻസ് ടോട്ടലി ചോദിച്ചു, 1 ഡിഫിക്കൽട്ടാ 1 ഈസി, മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വന്നിട്ടില്ല. ആൻഡ് എക്കോസിസ്റ്റം ആണെങ്കിൽ 4 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചതെങ്കിൽ 4 മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചു, 2 ഈസി 1 മീഡിയം. അതായത് ഇപ്പൊ +2 മാത്രം എടുത്ത് നോക്കിയാൽ 51 ക്വസ്റ്റ്യൻസ് +2 എന്നാണ് ചോദിച്ചത്. അപ്പൊ +1ഉം +2 നിങ്ങളൊന്ന് കമ്പയർ ചെയ്തേ, ചാപ്റ്റേഴ്സ് കമ്പയർ ചെയ്താൽ +1നേക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് +2 ബയോളജി NCERT ടെക്സ്റ്റ് ബുക്ക് എന്നാണ്. +2ൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങളും ചോദിച്ചിട്ടുള്ള 51 ക്വസ്റ്റ്യൻസ് +2ൽ നിന്നാണ് വന്നിരിക്കുന്നത് അല്ലെ. അതിൽ തന്നെ 27 എണ്ണം മീഡിയം, 14 ഈസി, 10 ഡിഫിക്കൽട്ട്. ഈസിയും ഡിഫിക്കൽട്ടും ഇവിടെ ഇങ്ങനെ ഏകദേശം ഒരു തുല്യ കണക്കിലാണ് കിടക്കുന്നത്, 14, 10. അപ്പൊ മീഡിയം തന്നെയാണ് ഇവിടെയും എന്താണ് കൂടുതലായിട്ട് വന്നിരിക്കുന്ന ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെ. അപ്പൊ ടോട്ടൽ 90 ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾക്ക് അറിയാലോ. അതിൽ തന്നെ മീഡിയം 50, ഈസി 24 ആൻഡ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് 16 ആണ്. അപ്പൊ ഈ ഒരു അനാലിസിസ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം ആദ്യം, എന്നാലേ നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയറിലേക്ക് ഒരു പ്രിപ്പറേഷൻ നടത്താനായിട്ട് പറ്റുള്ളൂ. അത് മാത്രമല്ല, ഇതിപ്പം നിങ്ങൾക്ക് ഏകദേശം ക്വസ്റ്റ്യൻസിന്റെ ലെവലും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും.
പക്ഷെ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കണം. അത് ഇപ്പോഴല്ല, നിങ്ങൾ ഓരോ ചാപ്റ്ററും കവർ ചെയ്യുന്നതിനനുസരിച്ച് മാത്രം നിങ്ങൾ ആ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ നീറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് സോൾവ് ചെയ്ത് പോയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ഇതാണ് നമ്മുടെ ബയോളജിയുടെ ഒരു കംപ്ലീറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പം മക്കളെ, ഇതുപോലെയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ, ആൻഡ് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. നമ്പർ ആക്ച്വലി ഇത് 9 ആണടാ, ഇത് 9 ആണേ, 1 അല്ല, ദിസ് ഇസ് 9. ഓക്കെ, നീറ്റുകാർ ജോയിൻ ചെയ്യേണ്ടത് 9 വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്. ഓക്കെ, 8589000309. യെസ്, അപ്പം നീറ്റുകാർ ശ്രദ്ധിക്കുക, നമ്മുടെ മുന്നിൽ സമയമുണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്, അല്ലെ വേണ്ട പോലെ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ സമയമുണ്ട്. അതല്ല ഒന്ന് ലാഗ് അടിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ സമയമില്ല. ഓക്കെ, അപ്പൊ 2 കാറ്റഗറിയിൽ ചിന്തിക്കുന്ന കുട്ടികൾ ഉണ്ടാവും, അതുകൊണ്ടാണ് മിസ് അത് പറഞ്ഞത്. അപ്പൊ എല്ലാവരും ഒരേപോലെ ചിന്തിക്കാൻ നമ്മുടെ മുന്നിൽ ശരിക്കും സമയമില്ലടാ. നന്നായിട്ട് പഠിക്കുക. എന്തായാലും നമുക്ക് ഈ വർഷം തന്നെ നീറ്റ് 2026 ക്രാക്ക് ചെയ്യാൻ പറ്റണം. അതൊക്കെ നമുക്ക് പറ്റും, നമ്മൾ എന്തായാലും ക്വാളിഫൈ ആവും. സോ മക്കളെ, ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്, ബൈ.